പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ചു എന്നത് വലിയ വിവാദമാക്കിയ കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വിരോധം വർദ്ധിപ്പിക്കുവാനും വേർതിരിവ് സൃഷ്ടിക്കുവാനും അതിലൂടെ BJPക്ക് നേട്ടമുണ്ടാക്കാനും ബോധപൂർവ്വം ശ്രമം നടന്നതായി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. പാലാ രൂപതയുടെയും കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും നിരവധി മുസ്ലിം വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ച് പഠനം നടത്തുന്നുണ്ട്. നാനാജാതി മതസ്ഥർ ഒരുമയോടെ ജീവിക്കുന്ന നമ്മുടെ നാടിന്റെ മതമൈത്രി നിലനിർത്തുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും സജി പറഞ്ഞു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ തട്ടിപ്പാടെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. ഞാൻ ഇന്ന് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഇവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞതിൽ ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് കേരളത്തിലെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് പാലായിൽ ശ്രദ്ധിച്ചപ്പോൾ നമുക്കറിയാം, പാലാ ചാവറ ഹൈസ്കൂളിലാണ് എൻ്റെ കുട്ടി പഠിക്കുന്നത്. അവിടെ ഒരു 50ഓളം കുട്ടികൾ ഹിജാബ് ധരിച്ചാണ്, ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളാണ്, ഹിജാബ് ധരിച്ചാണ് അവിടെ പഠിക്കുന്ന. ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു ഇവിടെ ആനക്കല്ല് സെന്റ് ആന്റി സ്കൂൾ, അത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികളും അവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് അവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആർക്കും യാതൊരു കംപ്ലൈന്റും ഇല്ല. ചെറിയ എഞ്ചിനീയറിംഗ് കോളേജ്, അതോടൊപ്പം തന്നെ നമ്മുടെ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അതിലെല്ലാം ഉപരി നമ്മുടെ അരിമത്ര സെന്റ് ജോർജ് കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള അവിടെയും കുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് അവിടെ പഠിക്കാൻ പോകുന്നു. ഏതായാലും ഈ നിലപാട് ഇത് നമുക്ക് നമ്മുടെ കോട്ടയത്തോ പാലായിലോ അല്ലെങ്കിൽ പൂഞ്ഞാറിലോ ഇല്ല എന്ന് വേണ്ട എന്ന് തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിന് പറയേണ്ടതുണ്ട്. തൃണമൂൽ കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃണമൂൽ കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് കീഴടം അധ്യക്ഷത വഹിച്ചു. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ മുഖ്യ പ്രസംഗം നടത്തി. പ്രൊഫസർ ബാലുജി വള്ളിക്കര, KM ഖാലിദ്, അൻസാരി ഇരാറ്റുപേട്ട, നോബി ജോസ്, സുബീഷ് ഇസ്മയിൽ, KM റഷീദ്, പ്രകാശ് മണി, നിസാർ പുളികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു.